ഹായ് ധ്രുദ്ര ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് സൺഡേ മാളിൽ നിന്ന് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ദ്രവനീൻ്റെ ഉടുപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവൾക്ക് ക്രിസ്മസിന് സ്കൂളിലേക്ക് ഇടാനെടുത്ത റെഡ് ഉടുപ്പ്. നല്ല രസമുള്ളൊരു റെഡ് ഉടുപ്പാട്ടോ കിട്ടിയത്. എന്തായാലും ഞങ്ങൾക്ക് ഇത് 2 ലെയർ ഇതിന് നെറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പം നല്ല തിക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഇട്ട് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ടൊന്ന് വിടർന്ന് നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. പിന്നെ അതാ അതിൻ്റെ ലൈനുകളാണ്. അപ്പം മൊത്തമായിട്ട് മുകളിട്ട് നിൽക്കുന്ന സമയത്ത് നന്നായിട്ടിങ്ങനെ ബും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഉടുപ്പ്. അപ്പം 420 രൂപയ്ക്ക് ഇതെന്തായാലും ഞങ്ങൾക്ക് കിട്ടിയത് ലക്ക് തന്നെയാണെന്ന് ഞാൻ പറയും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള വർക്കുകളാണ് ഇതൊക്കെ. ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്കുകൾ വരുന്നുണ്ട്. ചെറുങ്ങനെ ചെറിയ രീതിയിലൊന്ന് തിളങ്ങുന്നൊക്കെ ഉണ്ട്. പിന്നെ നെറ്റാണ് മുകളിൽ വന്നിട്ടുള്ളത്. അപ്പം കെട്ടും ഒരു പ്രത്യേക സ്റ്റൈലിൽ നെറ്റാണ് കൊടുത്തത്. പിന്നെ ബാക്കിലും വർക്കുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഫ്ലാറ്റ് ആയത്. അതുകൊണ്ടാണ് ഇതിന് മതി എന്ന് പറഞ്ഞത്. അവിടെ തൂക്കിയിട്ട ഡ്രസ്സുകളൊന്നും എനിക്ക് ഇഷ്ടമായില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ എടുത്തു തന്നതാണ്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് ഹെയർ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരേ. അവൾക്ക് ക്രിസ്മസിന് ഇടാനുള്ളതും പിന്നെ കുറച്ച് അല്ലാതെ അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ ക്ലിപ്പുകൾ നോക്കാം. ഇതവൾക്ക് ഡെയിലി ഞാൻ സ്കൂളിലേക്ക് കുത്തി കൊടുക്കാൻ, എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കുത്തി കൊടുക്കാനാണ് ഇഷ്ടം, മുടി കെട്ടി കഴിഞ്ഞാൽ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ചെണ്ണം എടുത്തത്. അതിന് റെഡും എടുത്തിട്ടുണ്ട് കേട്ടോ, ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് റെഡും എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എനിക്കിങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ തന്നെ. ഈ ഒരു ക്ലിപ്പ് അവളെ ഏട്ടൻ സെലക്ട് ചെയ്ത കേട്ടോ, ലവ് ചിഹ്നത്തിൻ്റെ റെഡ്. അപ്പം ഞാൻ അതും കൂടി എടുത്തു. ഇത് ഗ്രീന്, അവൾക്ക് ഇത് ഫ്ലവറിൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ യൂണിഫോമിന് കണക്കാക്കിയിട്ട് ഈ ഗ്രീൻ അല്ല യൂണിഫോം, പക്ഷേ എന്നാലും ഈ ഗ്രീനേ അവിടെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ഗ്രീൻ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഗ്രീൻ എടുത്തു യൂണിഫോമിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തേക്കുന്നത് റെഡാണ്. റെഡിലൊന്ന് ലവ് ചിഹ്നത്തിൻ്റെ എടുത്തു, പിന്നെ ഒന്ന് ബട്ടർഫ്ലൈൻ്റെ എടുത്തു. അത് ലവ് ചിഹ്നത്തിൻ്റെത് മോൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ അത് 2 എടുത്തു. പിന്നെ ബട്ടർഫ്ലൈൻ്റെതും റെഡും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒന്നിന് 5 രൂപയേ ഉള്ളൂ, ഒരു ക്ലിപ്പിന് 5 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, എനിക്കതാണ് പറയാനുള്ളത്. 5 രൂപയാണെങ്കിലും നല്ല അതിൻ്റെ പല്ലിനൊക്കെ നല്ല പിടുത്തമുണ്ട്. അപ്പം അത്ര വേഗം പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല. ദ്രാവണിക്ക് എപ്പോൾ കുത്തി കൊടുത്താലും അവളത് കേടാക്കിയിട്ടാണ് വരാറ്. അപ്പം ഇത് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു 2 പിങ്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിങ്ക് അവളെ ബെസ്റ്റാണ്, ഭയങ്കര ബെസ്റ്റ് കളറാണ്, അവളെ ഫേവറേറ്റ് കളറാണ്. അപ്പം പിങ്കും കൂടി എടുത്തു. ഇതൊക്കെ സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ അവൾക്ക് തല നിറച്ചും ക്ലിപ്പൊക്കെ കുത്തി പോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലിപ്പുകൾ അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു വെറൈറ്റി തോന്നിയപ്പോൾ ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ. പിന്നുള്ളതൊരു വെള്ള 2 ക്ലിപ്പുകൾ. അത് നമുക്ക് മുടി 2 ഭാഗം കെട്ടുമ്പോൾ കുത്തി കൊടുക്കാൻ പറ്റില്ല, ഒറ്റ ഭാഗം കെട്ടുമ്പോൾ അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു റെയിൻബോ കളറൊക്കെ വരുന്ന മോഡലാണ്. വൈറ്റ് ക്ലിപ്പാണ്, പക്ഷേ അതിൽ ഷെയ്ഡ് റെയിൻബോ ആണ് അടിക്കുന്നത്. അതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതൊന്ന് വേറെ മോഡലും ഒന്ന് വേറെ മോഡലുമാണ് എടുത്തത്. അതൊന്ന് ഈ മോഡലാണ് എടുത്തത്. അപ്പം 2ഉം വേറെ വേറെയാണ് എടുത്തത്. മൊത്തമായിട്ട് കെട്ടി സ്കൂളിൽ പറഞ്ഞേക്കുന്ന ബുധനാഴ്ചയൊക്കെ മുടി കെട്ടി കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് എത്ര ക്ലിപ്പ് വാങ്ങിയാലും എനിക്ക് തികയില്ല. കാരണം എന്താ വെച്ചാൽ വേഗം പൊട്ടിക്കും. അതുകൊണ്ട് തന്നെ എത്ര ക്ലിപ്പ് വാങ്ങിയാലും തികയില്ല. പിന്നെ ഓരോ നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പുകൾ കാണുന്നേരം നമ്മൾ എടുത്തു പോവുകയും ചെയ്യും. പിന്നെ അടുത്തത് വന്നേക്കുന്നത് ഒരു പിങ്കും ഒരു റെഡും കളറാണ്, ക്ലിപ്പാണ്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഇതിലും നല്ലൊരു ഷെയ്ഡ് അടിക്കുന്നുണ്ട്, ഒരു ബ്ലൂ ഷെയ്ഡ്, വയലറ്റ് ഷെയ്ഡൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്ലിപ്പുകൾ വാങ്ങുന്നത്, ഒറ്റയ്ക്കുള്ള ഒറ്റൊന്നായിട്ടുള്ള ക്ലിപ്പുകൾ
ചെറിയ ചെറിയ ക്ലിപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നത്. ഇനി എന്താവോ എന്തോ, ഇതൊന്നും കുത്തി കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഇനി കുത്തി കൊടുത്ത് റിസൾട്ടുകൾ അറിയണം. മറ്റേതൊക്കെ ഞാൻ ചെറുതൊക്കെ ഞാൻ സ്കൂളിലേക്കൊക്കെ കുത്തി കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, ഒന്നും പൊട്ടിക്കാതെ ഇന്നെ കൊണ്ടുവന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ക്രിസ്മസിന് ഡ്രസ്സ് റെഡ് ഇടുമ്പം അവൾക്ക് കുത്താൻ വേണ്ടിയിട്ട്, മുടിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബണ്ണാണ്. ഇതും നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി. ഇതും 10 രൂപ 20 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ ഒന്നിന്. അപ്പം ഇവിടെയാണെങ്കിൽ നല്ല റേറ്റ് 45 രൂപയൊക്കെ കൊടുക്കണം ഒന്നിന്. അത്രയും നമ്മുടെ സാധാരണ കടകളിൽ പോയി വാങ്ങുകയാണ്. ഇത് ലാഭത്തിന് കിട്ടിയപ്പം ഞാനിങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ വന്നേക്കുന്നത് ഇത് ബ്ലാക്ക് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ച ബ്ലാക്ക്, അവിടെ ഇല്ല ഈ ബണ്ണ്. അപ്പം ഈ കളറാണുള്ളത്. പിന്നെ ഗ്രീനും ഒക്കെ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പക്ഷേ പിങ്ക് തന്നെ എടുത്തു. പിന്നെ അടുത്തത് വന്നേക്കുന്നത് അവൾക്ക് ഇതിന് കുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ ഒറ്റ ഭാഗം കെട്ടണോ 2 ഭാഗം കെട്ടണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാണ്, ക്രിസ്മസിന് കെട്ടിക്കൊടുക്കാൻ തന്നെ. അപ്പം ഇത് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഒറ്റ ഇതിൽ കെട്ടാനേ പറ്റുള്ളൂ. ഇതിന് ഒന്നിന് 40 രൂപ കേട്ടോ. കുഴപ്പമില്ല, പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാമല്ലോ കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിലും. എന്തായാലും ഇതോ ഞാൻ മറ്റേ 2 ബണ്ണോ ഏതെങ്കിലും ഒന്ന് ഞാൻ കെട്ടിക്കൊടുക്കും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. തുണിയൊക്കെ നല്ല വൽവെറ്റിൻ്റെ തുണിയാണ് വരുന്നത്. പിന്നെ ആ കല്ലുകൾ കണ്ടോ, നല്ല തിളക്കമുള്ള കല്ലുകളാണ്. ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോവൊന്നുമില്ല, അത്രയും ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് അവിടെ നിന്ന് എടുക്കുന്ന സാധനത്തിന് മൊത്തം. പിന്നെ എടുത്തത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നൊരു സാധനമാണ്. ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയതാണ്. എനിക്ക് ഇവിടെ പോയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പം ഞാനിത് വേഗം എടുത്തു, കാരണം ഒരുപാട് അന്വേഷിച്ച് പറഞ്ഞാൽ എവിടെ എനിക്ക് കിട്ടിയില്ല ഈ സാധനം. അപ്പോൾ ഇത് നമുക്ക് മുടിക്ക് മുല്ലക്കൊക്കെ പകരം വെച്ച് കൊടുക്കാൻ പറ്റിയിട്ട് ഞാൻ ഓണത്തിന് ഇത് കുറേ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് എവിടെയും വാങ്ങാൻ കിട്ടിയില്ല. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്തതാണ്. ഇനി അടുത്തത് ഞാൻ കൈക്കിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ കൈക്കല്ല, ഇത് മുടി കെട്ടുന്ന സംഭവമാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. ആ സമയത്ത് ഞാൻ കയ്യിലിടാമെന്ന് വിചാരിച്ചിട്ടെടുത്ത സംഭവമാണ്. പക്ഷേ നമ്മൾ വാങ്ങി നമ്മളിഷ്ടമുള്ള പോലെ ഉപയോഗിക്കും. ഞാൻ ദ്രവനിക്കിത് കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കും, അത് വേറെ കാര്യം. ഇത് ശരിക്കും മുടി കെട്ടുന്ന സംഭവമാണ്. അപ്പം എന്തായാലും വേണ്ടില്ല, ഇത് ഞാൻ കയ്യിലിടാൻ തീരുമാനിച്ചു. എങ്ങനെ ഉണ്ടാവും നോക്കാം. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ഹെയറിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനം. നല്ല രസമില്ലേ ഇത് കാണാൻ, നിങ്ങൾ പറയൂ കേട്ടോ. പിന്നെ അടുത്തത് ആ ക്രിസ്മസ് തൊപ്പിയാണ്. കുറേ അന്വേഷിച്ച് നടന്ന് എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടെടുത്ത സാധനമാണ്. അവർ ഇടോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പം ഒരു വഴിയോര ഒരു ഹിന്ദിക്കാർ കച്ചവടം ചെയ്യുന്നത് കണ്ട് അപ്പം ഞങ്ങൾ ഒന്നിനും അവർ 120 രൂപയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 3 എണ്ണത്തിന് 150 തരികയാണെങ്കിൽ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ഓവർ ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഞങ്ങൾ സരോവരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പൂപ്പൻ്റെ മുഖമൊക്കെ നല്ല സോഫ്റ്റാണ്. പിന്നെ വേറെ വേറെ അപ്പൂപ്പന്മാരാണ്, എല്ലാം ഒരേപോലെയല്ല. ഒരാളെ മൂക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരാളെ മൂക്ക് ഇങ്ങനെ, അങ്ങനത്തെ അപ്പൂപ്പന്മാരാണ്. പിന്നെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്നും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു വിലയ്ക്ക് കിട്ടിയതല്ലേ, അപ്പോൾ ഓക്കെയാണ്. ഈ മുഖംമൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ദ്രൗനികയ്ക്കും ദ്രാവത്തിനും എനിക്കും ഉള്ള മുഖംമൂടിയാത്. ആർക്കെങ്കിലും ഇത് വാങ്ങണമെങ്കിൽ സരോവരം പാർക്കിൻ്റെ അടുത്ത് പോയാൽ മതി കേട്ടോ. ഇത് അവർക്കും കൂടെ വോയിസ് ഓവർ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരാഗ്രഹത്തിന് തടസ്സം നിന്നില്ല. അങ്ങനെ അവരും പറഞ്ഞ് അവരെ മുഖംമൂടിയെ പറ്റിയിട്ട് അവർ പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മുഖംമൂടിയാട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ മേടിച്ചോളൂ. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.